ബി.ജെ.പി. ഭരിക്കുന്ന പന്തളം നഗരസഭയിൽ ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ യു രമ്യയും രാജിവെച്ചു. ബുധനാഴ്ച എൽ.ഡി.എഫ് കൊണ്ടുവന്ന അവിശ്വാസം നടക്കാനിരിക്കെയാണ് ചൊവ്വാഴ്ച വൈകിട്ട് നാടകീയമായി രാജി പ്രഖ്യാപിച്ചത്. ബി.ജെ.പിയുടെ കൌൺസിലർ കെ.വി. പ്രഭയുടെ പിന്തുണയോടെയാണ് എൽ.ഡി.എഫ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. സുജു ടി. ബാബു ചേരുകയാണ്. സുജു, വിശദാംശങ്ങൾ എങ്ങനെ? ബി.ജെ.പി. ഭരണത്തിന് പന്തളം നഗരസഭയിൽ തിരശ്ശീല വീണിരിക്കുകയാണ്. ബി.ജെ.പിക്കുള്ളിലെ വിഭാഗീയതയാണ് ബി.ജെ.പിയിൽ ഇപ്പോൾ രാജ്യകാര്യങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. CPM നൽകിയിരിക്കുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച ബി.ജെ.പി. കൗൺസിലർ കൂടിയായിരുന്ന കെ.വി. പ്രഭ ഒപ്പം എത്തിയിരുന്നു. മാത്രമല്ല UDF കൗൺസിലർമാരും അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബി.ജെ.പി. ഒടുവിൽ അതായത് അവിശ്വാസ പ്രമേയം LDF കൊണ്ടുവന്ന് വിജയിക്കുമെന്ന ഘട്ടത്തിലാണ് ബി.ജെ.പി. ഇപ്പോൾ ചെയർപേഴ്സണും സൗമ്യ സന്തോഷും അതുപോലെ തന്നെ വൈസ് ചെയർമാനും രാജിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ബി.ജെ.പി. ഭരണത്തിനെതിരെ പന്തളം നഗരസഭയിൽ വലിയ തരത്തിൽ ജനരോക്ഷം ശക്തമാകുന്നതിനിടെയാണ് ഇപ്പോൾ നാടകീയ നീക്കങ്ങൾ നഗരസഭയിൽ ഉണ്ടാകുന്നത്. ബി.ജെ.പി. ഭരിക്കുന്ന ഭരണസമിതി നേതൃത്വത്തിൽ അവരുടെ കെടുകാര്യസ്ഥയ്ക്കെതിരെയും അതുപോലെ അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ CPM നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭം നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. നഗരസഭാ ഭരണത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നത്. നിലവിലെ കക്ഷിനില ബി.ജെ.പിക്ക് 18ഉം LDF 9ഉം UDF 5 ഒരു സ്വതന്ത്രൻ എന്ന നിലയിലായിരുന്നു. സ്വതന്ത്രന്റെ പിന്തുണയും ഈ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിനുണ്ടായിരുന്നു. ബി.ജെ.പിയിലെ തന്നെ 3 കൗൺസിലർമാർ വിമതരായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയം നാളെ ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് ഇപ്പോൾ ബി.ജെ.പി. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെക്കുന്നത്. അസിത. ശരി, സുജു ടി. ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.